വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സൺറൈസ് പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതൊരു ഹൈദരാബാദി സ്പെഷ്യൽ ഡെസേർട്ടാണ്. ഹൈദരാബാദിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡെസേർട്ടാണ് സൺറൈസ് പുഡിംഗ്. സൺറൈസ് പുഡിങ്ങിന് നമുക്ക് വേണമെങ്കിൽ ട്രിഫിൾ പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതും. അപ്പം വളരെ ഈസിയാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ. ഒട്ടും തന്നെ കുക്കിംഗ് ആവശ്യമില്ല. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെസേർട്ട് കൂടിയാണ്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. അപ്പോൾ ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് സൺറൈസ് പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു അനാർ എടുത്തിട്ട് അതിൻ്റെ സീഡ് മാത്രം ഇങ്ങനെ ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അനാർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പൊട്ടിച്ചെടുക്കാം. ഞാൻ അനാർ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പുറമെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാണിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ 2 വെറൈറ്റി പഴം എടുത്തിട്ടുണ്ട്. പഴം ഇത് നമ്മൾ UAE കിട്ടുന്ന ഫിലിപ്പിനോ പഴം ഉണ്ടല്ലോ, ഡോൾ. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഒരെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഏത്തയ്ക്ക ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളും ചെറുതാണെങ്കിൽ നല്ല കാണാൻ ഭംഗിയുണ്ടാകും. പിന്നെ ഒരു 4-5 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക. സ്ട്രോബെറിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കളറൊന്ന് മാറിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഡ്രൈഡ് ആപ്രിക്കോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇതാണ് ഡ്രൈഡ് ആപ്രിക്കോട്ട്. അപ്പോൾ ഇത് ഒരു 3 ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ്. പിന്നെ നട്ട്സ് വേണം. നട്ട്സ് എൻ്റെ അടുത്ത് ഇവിടെ ബദാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബദാം കുറച്ചെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി, പച്ചമുന്തിരി ഉണ്ടെങ്കിൽ അതും എടുക്കുക. ഞാനിപ്പോൾ റെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ചെറിയ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അപ്പം അനാറും അതുപോലെ ഈ ഫ്രൂട്ട്സും നട്ട്സും ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒന്നുകൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു കാണാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അനാർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു കളറൊക്കെ ഈ വെള്ളത്തിൽ പൊയ്ക്കോളും. ഈ വെള്ളം നമ്മൾ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഒന്നുകൂടെ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച മുന്തിരി, പച്ച ആപ്പിൾ ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും കാണാൻ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ, കൂടുതലാവേണ്ട മധുരം. പിന്നെ ശരിക്കും ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കൂടെ ഈ ഒരു റെസിപ്പിയിൽ തിക്കായിട്ടുള്ള ക്രീമും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ വീണ്ടും ഇതിലേക്ക് ഐസ്ക്രീമൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ട്രിഫിൾ പുഡിംഗ് അല്ലെങ്കിൽ സൺറൈസ് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം. ഈ ഒരു പുഡിങ്ങിന് നമുക്ക് ബേസായിട്ടൊരു കേക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് സാധാ സ്പോഞ്ച് കേക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കോ അല്ലെങ്കിൽ ടീ കേക്കോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാധാ ഒരു ടീ കേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതുപോലെ സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം തിക്നെസ്സും വേണം കേട്ടോ കേക്കിന്. അപ്പം പുഡിങ്ങിൻ്റെ ട്രെയിൻ്റെ നടുവിലായിട്ട് ഈ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി കേക്ക് ഒന്ന് സോക്ക് ആവാൻ വേണ്ടി നമ്മൾ നേരത്തെ അനാർ സോക്ക് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം, അനാറിൻ്റെ വെള്ളം ഇല്ല എന്നാണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേനും ഒഴിച്ചു കൊടുക്കാം. തേനും അതുപോലെ തന്നെ നമുക്ക് മധുരം കുറവ് മതിയെങ്കിൽ കുറച്ച് മാത്രം തേൻ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ അനാറിൻ്റെ വെള്ളം ഒഴിച്ചല്ലോ, അപ്പോൾ അത് മധുരമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓവറായിട്ടുള്ള മധുരത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. ഇനി നമുക്ക് ഇതിനെ ചുറ്റിലും ഈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ.
പിന്നെ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫ്രൂട്ട് സലാഡ് തന്നെ അല്ലായിരുന്നു. ഫ്രൂട്ട് സലാഡിൻ്റെ ടേസ്റ്റ് അല്ല നമ്മളിത് ഒരുമിച്ച് കഴിക്കുമ്പോൾ വരുന്നത്. ആ ഫ്രൂട്ട്സും കേക്കും അതുപോലെ നല്ല തണുപ്പുള്ള ഐസ്ക്രീമും കൂടി ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഐസ്ക്രീം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം വെച്ച് കൊടുക്കാം. ഇങ്ങനെ ആക്കിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഐസ്ക്രീം വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇനി അതിലേക്ക് 500 ml ഐസ്ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡൊന്ന് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് തേനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൺറൈസ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐസ്ക്രീം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുമ്പം ഐസ്ക്രീം മെൽട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീം വെച്ച് കൊടുക്കുമ്പം അത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൺറൈസ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഐസ്ക്രീമും കേക്കും അതുപോലെ ഫ്രൂട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇത് തയ്യാറാക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളെ ഫ്രൂട്ട് സലാഡിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ കഴിക്കുമ്പം ശരിക്കും വേറൊരു ടേസ്റ്റാണ് വരുന്നത്. പിന്നെ നട്ട്സും അതുപോലെ ഡ്രൈഡ് ഫ്രൂട്ട്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും. അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അതുപോലെ നമ്മൾ ഏത് കേക്കാണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐസ്ക്രീം ഏത് ഫ്ലേവറാണോ അതിനൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയോ അല്ലെങ്കിൽ പിസ്താച്ചോ ഐസ്ക്രീമോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല കളർഫുള്ളാവും കാണാൻ. അപ്പോൾ വളരെ ഈസിയാണ്. ഇതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയച്ചു തരാം കേട്ടോ. വേറെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.